Ladies and gentlemen, this is Adesh and welcome to my comedy. തമിഴിൽ നിന്ന് ഒരു ലവ് സ്റ്റോറി ഇപ്പോ OTT വന്നിട്ടുണ്ട്. സോ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലോക്കി അണ്ണൻ ലോകേഷ് കനകരാജ്, ഡയറക്ട് ചെയ്തിരിക്കുന്നത് രത്നകുമാർ. ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു പടമാണ് 29 നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. ലവ് സ്റ്റോറിയാണ് നോമിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. എസ്പെഷ്യലി ടോക്സിക് ലവ് സ്റ്റോറിയാണ് വെച്ചാൽ ഒന്നും കൂടി ഇഷ്ടമാണ്. എന്നാൽ അങ്ങനെയല്ല, ഇത് ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു സെന്റൻസ് എഴുതി കാണിക്കുന്നുണ്ട്. ഇത് ഇന്ന കാലത്തെ ലവ് സ്റ്റോറി അല്ല, ഈ മറ്റേ ഒയോ അതേപോലെ തന്നെ ബംബിള് ടിൻഡർ ഇതൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. ഇപ്പൊ പിന്നെ ഫുൾ ഒയോ പരിപാടിയാണല്ലോ. നമ്മുടെ നായകൻ പറയുന്നത് റെട്രോ സിനിമയിലെ വില്ലൻ. ആൾക്ക് ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. 29 വയസ്സായി, എന്തിന് ജീവിക്കുന്നു, എനിക്ക് എന്തൊക്കെ കഴിവുണ്ട്, അതൊന്നും അണ്ണൻ അറിയില്ല. എനിക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ആൾക്കാരുണ്ടാവും. ചിലവർക്ക് നന്നായി ഡാൻസ് ചെയ്യാൻ അറിയുണ്ടാവും, പാട്ട് പാടാൻ അറിയുണ്ടാവും, വരയ്ക്കാൻ അറിയുണ്ടാവും. എന്നാൽ ചിലവർക്ക് ഇങ്ങനത്തെ സ്കില്ലൊന്നും ഉണ്ടാവില്ല. എന്താ കഴിവ് ചോദിച്ചാൽ വാ പൊളിച്ചിരിക്കും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ. എന്റെ കഴിവ് എന്താന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല, എന്നിട്ട് ആൾക്കാർ എന്നെ കഴിവേറി എന്ന് വിളിക്കും. ഒരു കഴിവ് പോലും ഇല്ലടാ എനിക്ക്. സോ അങ്ങനത്തെ ഒരാളാണ് നമ്മുടെ നായകൻ. ആളുടെ ലൈഫിലോട്ട് ഒരു പെങ്കൊച്ച് കടന്നു വരികയാണ്. പിന്നീട് നടക്കുന്ന പരിപാടിയൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോണ്. ഞാൻ പറഞ്ഞില്ല, ഇതിലെ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ റെട്രോയിലെ വില്ലനാണ് വിധു. ആ നായികയായിട്ട് നമ്മുടെ പ്രീതി, അയോധി, അതേപോലെ തന്നെ മറ്റേ കവിന്റെ കിസ് ഇതിലൊക്കെ അഭിനയിച്ച ആ കൊച്ച്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസം. ഇത് വൻ പടമാണ്, അല്ലെങ്കിൽ സപ്തസാഗരുടെ ആച്ചയല്ലോ ആ ലെവലിലുള്ള ലവ് സ്റ്റോറിയാണ്. അങ്ങനത്തെ വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ല. സ്റ്റിൽ നല്ല പടം, കൊച്ചു പടം, നല്ല പടം. ഇത് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, അടിപൊളിയായിരുന്നു. അതായത് ഇവര് തമ്മിലുള്ള മറ്റേ റൊമാൻസ്, ഇവരുടെ ഒരു കെമിസ്ട്രി, അതൊക്കെ നല്ല രസമായിരുന്നു. എസ്പെഷ്യലി ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ബീച്ചിൽ വെച്ചിട്ട് പ്രപ്പോസൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ പറഞ്ഞാൽ ഈ ക്രിഞ്ച് ക്ലീശേ ആ സംഭവം അല്ല, അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് പരിപാടി തീർത്തു. നല്ല രസം ഇതിന്റെ ഫസ്റ്റ് ഹാഫ്. പല സ്ഥലത്ത് നമുക്ക് പോയറ്റിക് ആയി തോന്നും, റിയലിസ്റ്റിക് ആയി തോന്നും, ചിലപ്പോൾ ഡ്രാമാറ്റിക് ആയി തോന്നും. എന്നാൽ ഇതിന്റെ ഒക്കെ ഒരു മിക്സ് ആണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ്. ആൻഡ് സോങ്സ് അടുപ്പിച്ച് പാട്ടാണ്. ടു ഗുഡ് സോങ്സ്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴേക്കും നമുക്കറിയാലോ, ഒരു ലവ് സ്റ്റോറി ആകുമ്പോൾ രണ്ട് എൻഡിങ് ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ ഇവര് തമ്മിൽ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവും. ഈ ചേക്കിലെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോ രണ്ടുപേര് ആദ്യം കണ്ടുമുട്ടുമ്പോ അവർ തമ്മിലുള്ള കെമിസ്ട്രി മാത്രം മതി. പിന്നെ ജീവിക്കാൻ മാത്തമാറ്റിക്സ് വേണമെന്ന് അവർക്ക് മനസ്സിലാവുന്നു. പിന്നെ അവർക്കിടയിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്ട്സ് ഒക്കെയാണ് പറഞ്ഞു പോകുന്നത്. സെക്കൻഡ് ഹാഫ് എനിക്കൊരു ഹാഫ് ബേക്ക്ഡ് വൺ ആയിട്ടാണ് തോന്നിയത്. കാരണം ഈ ബ്രേക്കപ്പിന് വേണ്ടിയിട്ട് മാക്സിമം ഫോഴ്സ് ചെയ്യുന്ന പോലെ, ആർട്ടിഫിഷ്യൽ ആയിട്ട് സീൻസ് കണക്ട് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നി. ആ കുറച്ച് ഭാഗമൊന്നും എനിക്ക് വർക്ക് ആയില്ല. എന്നാൽ ഇതിലെ സെക്കൻഡ് ഹാഫിൽ നല്ല മൊമെന്റ്സ് ഉണ്ടോ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നല്ല മൊമെന്റ്സ് ഉണ്ട്. ടുവേർഡ്സ് എൻഡ് ക്ലൈമാക്സിൽ ഇതേപോലെ സിനിമ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു സെന്റൻസ് എഴുതിയിട്ടാണ് തുടങ്ങിയത്. ഇത് ഒരു പോയത്തിന്റെ ഒരു ലൈൻ എഴുതി നിർത്തും. അത് കിടുവാണ്. ദാറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. അത്രയും നേരം എനിക്ക് സെക്കൻഡ് ഹാഫിനെ പറ്റിയിട്ട് ഒരു ആവറേജ് ആ ഒരു അഭിപ്രായമായിരുന്നു. എന്നാൽ ആ ഒരു ലൈനും കൂടി കണ്ടപ്പോ ഇതിലും നല്ലൊരു എൻഡിങ് ഈ സിനിമയ്ക്ക് കിട്ടാനില്ല, അങ്ങനെ എനിക്ക് തോന്നി. സെക്കൻഡ് ഹാഫിൽ അനാവശ്യമായിട്ട് കുറെ സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈ മറ്റേ ലേക്ക് സംരക്ഷണം, പിന്നെ മറ്റേ മാസ്റ്ററിൽ വിജയ് സേതുപതിയുടെ യങ് വേർഷൻ ചെയ്തൊരു പയ്യനില്ലേ മഹേന്ദ്രൻ, ആളുടെ ക്യാരക്ടർ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട്. ആ ഒരു ലവ് സ്റ്റോറിന്ന് പലപ്പോഴും മാറിപ്പോയോ, എന്തിനിങ്ങനത്തെ സീൻസ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ട് എൻഡ് ചെയ്യാവുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു വെച്ചാൽ ഒന്നും കൂടി നന്നായേനെ. ഫസ്റ്റ് ഹാഫ് വാസ് ടു ഗുഡ്. സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഇമോഷൻ സീൻസ് ഒക്കെ വർക്കായി, ഇല്ല ഞാൻ പറയില്ല. എന്നാൽ ചില സീനുണ്ട് ഇതില്. ഇവരൊരു ഇവന്റിന് പോയ സമയത്ത് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞിട്ട് മറ്റേ താക്കോലൊക്കെ കൊടുക്കുന്ന സമയത്ത് ആ പെങ്കൊച്ച് ഇവനും തമ്മിൽ കുറച്ച് റൊമാൻസ് നടക്കുന്നുണ്ട്. അതിലൊരു പാട്ട് വെച്ചിട്ട് ആ പെണ്ണ് ഡാൻസ് ചെയ്യുന്നു. അതൊക്കെ കണ്ടപ്പോ ഐ വാസ് ലൈക്ക് വാട്ട് ദ ഹെൽ ഈസ് ദിസ്? അതിന്റെയൊക്കെ ആവശ്യം എന്താണ്? അങ്ങനെ എനിക്ക് തോന്നി. പെർഫോമൻസ് വൈസ് വിധു വാസ് നൈസ്. വിധു പല സീൻസിലും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നത്. ചില സ്ഥലത്ത് കുറച്ച് ഓവർ ഡ്രാമാറ്റിക് ആയോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ചില സീൻസിൽ എന്തിനാണ് ഇത്ര എക്സ്പ്രഷൻ ഇടുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. മറ്റേ കൊച്ച് ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ്. എന്താ പേര് ഞാൻ മറന്നു. പ്രീതി. ആ കൊച്ചു മറ്റേ അയോധി, അതേപോലെ കിസ്, ബൾട്ടി ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അയോധിയിൽ തന്നെ ആളുടെ പീക്ക് പെർഫോമൻസ് ആണ്. അത് വെച്ച് നോക്കുമ്പോ
നമുക്ക് ബാക്കിയുള്ള സിനിമകളിലൊക്കെ ഒന്നും ചെയ്യാനില്ല. അതായത് ആ കൊച്ച് ഓൾറെഡി പ്രൂവ് ചെയ്തു എത്ര കിടു ആക്ടറാണ്. അതിന്റെ മുകളിൽ ഒരു പെർഫോമൻസ് വരുമോ എന്നുള്ള സംശയമാണ്. കിസ്സിലൊക്കെ ആവറേജ് അഭിനയമായിരുന്നു. എന്നാൽ ഇതില് സെയിം റേഞ്ച് പെർഫോമൻസ്, മറ്റേ അയോധ്യയിലുള്ള പോലത്തെ ഒരു അടിപൊളി പെർഫോമൻസ് ആണ്. ഇതിൽ അഭിനയിച്ചവരൊക്കെ എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ടു മീ സെക്കൻഡ് ഹാഫിലുള്ള അനാവശ്യ സീൻസ് ഒക്കെ ഒന്ന് ട്രിം ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഇത് വളരെ ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി ആയതിനെ. ഇപ്പോഴും ഇതൊരു നല്ല സിനിമയാണ്. സോ വേണ്ടവർ കണ്ടു നോക്കുക. സോങ്സ് ഒക്കെ നൈസ് ആണ്. രത്നകുമാറിന്റെ മെയ്യാതെ മാൻ പറഞ്ഞൊരു പടമുണ്ട്. അതാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് പടം. അങ്ങേരെ വൈഭവ് റെഡ്ഡിയെ വെച്ചെടുത്ത് പ്രിയ ഭവാനി ശങ്കർ നായികയായിട്ടുള്ളത്. അത് അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ബിഗിലിന്റെ ഒപ്പം എന്തോന്ന് തിയേറ്റർ റിലീസ് ചെയ്ത് തോന്നുന്നു. ബിഗിലല്ല, വിജയുടെ ഏതൊരു പടം, മെർസലോ ഏതൊരു പടത്തിന്റെ ഒപ്പം ഇറങ്ങിയത്. അത് നൈസ് പടം. അതിനുശേഷം എനിക്ക് അങ്ങേരെ ഒരു പടം ഇപ്പോഴാണ് ഇഷ്ടമായിരിക്കുന്നത്. അതാണ് നമ്മുടെ 29. സോ വേണ്ടവർ കണ്ടു നോക്കുക. ദിസ് മൂവി സ്ട്രീമിംഗ് ഓൺ നെറ്റ്ഫ്ലിക്സ്.